Hello friends, എല്ലാവർക്കും വീടും തൊടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ലൂബി എന്ന മരത്തിനെ കുറിച്ചാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതിൽ നിന്നുണ്ടാവുന്ന കായ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കും. റൂബിക്ക എന്നാണ് ഇതിൻ്റെ പേര്. ലൂബിക്ക എന്നും ലവ്ലോലിക്ക എന്നും ഡബലോലിക്ക എന്നൊക്കെ ഇതിനെ പല പേരുകളിൽ അറിയപ്പെടുന്നു. പല സംസ്ഥാനങ്ങളിൽ പല പേരിൽ നമുക്ക് ഇതിനെ അറിയപ്പെടുന്നു. മൂപ്പെത്താത്ത കായ്കളാണെങ്കിൽ ഇത് പച്ച നിറത്തിലും മൂപ്പെത്തിക്കഴിഞ്ഞാൽ ഒരു ഇളം ചുവപ്പിലും അല്ലെങ്കിൽ നല്ല കടും വയലറ്റ് നിറത്തിലുള്ള കായ്കളായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ കായ്കളിൽ പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ വൈൻ ഉണ്ടാക്കാനും ജാം ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഇത് പഴുത്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിനെ അച്ചാറിന് വേണ്ടിയായിട്ട് ഉപ്പിലിട്ട് വയ്ക്കുകയും ചെയ്യാം. ഇത് നമുക്ക് വിത്ത് പാകിയോ അല്ലെങ്കിൽ കമ്പ് പതി വെച്ചോ നമുക്ക് ചെടി ഉൽപ്പാദിക്കാൻ പറ്റും. ഈ ചെടി നമുക്ക് നട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇത് കായ്ക്കണം. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരാൻ പോവുകയാണ്. നമുക്കറിയാം ക്രിസ്മസിന് ഒരു വൈനില്ലെങ്കിൽ പിന്നെ എന്താണ് അല്ലേ ആ ക്രിസ്മസിൻ്റെ ആഘോഷം. അപ്പോൾ ഇന്ന് ഒരു വ്യത്യസ്തമായ ഒരു വൈനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്നത്. ഈ റൂബിക്ക വെച്ച് തന്നെ നമുക്കൊരു നല്ല വൈനും ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. നമ്മൾ ലൂബിക്കയുടെ വിശേഷങ്ങളും അതേമാതിരി വൈൻ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊക്കെ ഞാൻ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളെല്ലാം വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പരമാവധി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ത്യയാണ് റൂബിക്കയുടെ ജന്മദേശം. നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലമാണ് റൂബിക്ക വളർത്താൻ നല്ലത്. 2 അടി സമചതുരത്തിൽ കുഴിയെടുത്ത് അതിൽ അടിവളമായിട്ട് ചാണകപ്പൊടിയും എല്ലുപൊടിയും ഇട്ട് മണൽ നല്ലവണ്ണം ചേർത്ത് അതിൽ വേണം നമ്മൾ തൈ നടാൻ. പുളിരസമാണെങ്കിലും നന്നായി പഴുത്ത റൂബിക്കയ്ക്ക് അല്പം മധുരവും ഉണ്ടായിരിക്കും. ഇത് പച്ചയ്ക്കും വേവിച്ചും പഴമായും കഴിക്കാം. ഉപ്പിട്ടുണക്കിയും വേവിച്ച് കറികളിൽ ചേർത്തും അച്ചാറാക്കിയും കഴിക്കാം. കൂടാതെ ജ്യൂസ്, ജാം, സിറപ്പ്, ജെല്ലി, വൈൻ എന്നിവ നമുക്ക് റൂബിക്ക കൊണ്ട് ഉണ്ടാക്കാം. ദക്ഷിണേന്ത്യയിൽ നാട്ടുചികിത്സയിൽ റൂബിക്കയുടെ പഴങ്ങളും ഇലകളും വയറിളക്കത്തിന് മരുന്നായും ഉണങ്ങിയ ഇലകൾ നീർക്കെട്ടിനും ഔഷധമായും വേരുകൾ പല്ലുവേദന കുറയ്ക്കാനും ഉപയോഗിക്കുന്നു. റൂബിക്കയിൽ ധാരാളം വൈറ്റമിൻ സി, അമിനോ ആസിഡുകളും കാർബോഹൈഡ്രേറ്റുകളും മിനറൽസും അടങ്ങിയിരിക്കുന്നു. ഇന്ന് നമുക്ക് ഇതുകൊണ്ടൊരു നല്ല വൈൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വൈൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ വൈനിൻ്റെ ആദ്യത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലവ്ലോലിക്കയാണ്. ലവ്ലോലിക്ക ഇവിടെ ഞാൻ പറിച്ചപ്പോൾ പച്ചയുണ്ട്, പഴുത്തതുമുണ്ട്. നമ്മളിപ്പോൾ നന്നായിട്ട് ഇതിനെ കഴുകി വൃത്തിയാക്കി നല്ല ലവ്ലോലിക്ക മാത്രം നമ്മൾ വൈനിന് ഉപയോഗിക്കുകയാണ്. ഇതിൽ നല്ല പഴുത്ത ലവ്ലോലിക്ക മാത്രമേ നമ്മളിവിടെ വൈനിന് ഉപയോഗിക്കുന്നുള്ളൂ. പച്ച നമ്മൾ ഉപ്പിലിടാൻ വേണ്ടി മാറ്റി വയ്ക്കും. വൈൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പരമാവധി ഭരണി എടുക്കണതാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ കുപ്പിപ്പാത്രങ്ങളോ അല്ലെങ്കിൽ ഫുഡ് ഗ്രെയിൻ ജാർസ് ഉണ്ട്. ആ ജാർസിൽ നമുക്ക് എയർ ടൈറ്റായിട്ട് വൈൻ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈൻ ഒരുപാട് കാലത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാനും അത് നല്ല വൈനായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇത് നല്ലോണം കഴുകി ഉണക്കിയ ഭരണിയാണ്. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന വൈനുകൾ ഉണ്ടാക്കുന്ന പാത്രം എപ്പോഴും നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ ഞാനിത് നന്നായിട്ട് ചൂടുവെള്ളം വെച്ചിട്ട് കഴുകി ഉണക്കി വെച്ച ഒരു ഭരണിയാണ്. ഇതിൽ അല്പം കൂടെ ഈർപ്പം നിൽക്കാൻ പാടില്ല. കാരണം നമ്മളത് വൈനിടുമ്പോൾ പൂപ്പ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈർപ്പം എല്ലാം മാറ്റിയിട്ട് ചെയ്യണം. അപ്പോൾ നമ്മളെ ഇൻഗ്രീഡിയൻ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ 1 കിലോഗ്രാമോളം റൂബിക്ക എടുത്തിട്ടുണ്ട്. നമ്മൾ അപ്പോഴേ കണ്ടതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ റൂബിക്കയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു 15 ഗ്രാമ്പൂ, പിന്നെ ഈസ്റ്റ്, 8 ഏലക്ക, സൂചി ഗോതമ്പ് എന്ന് പറയുമ്പോൾ വലിയ ഗോതമ്പാണ്. ഇത് പെട്ടെന്ന് ഫർമെൻ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കണം. കൂടാതെ വൈനിന് നല്ല വീര്യം കിട്ടാൻ വേണ്ടിയാണ് സൂചി ഗോതമ്പ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ 850 ഗ്രാം പഞ്ചസാരയാണ്. അപ്പോൾ 1 കിലോയ്ക്ക് 850 പഞ്ചസാര. ഇപ്പോൾ നമുക്ക് 1 കിലോ ഇട്ടാലും കുഴപ്പമില്ല. ചിലവരൊക്കെ മധുരപ്രിയരാണ്. അപ്പോൾ അവർക്കൊക്കെ 1 കിലോ പഞ്ചസാര എടുക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ 7 ഗ്ലാസോളം വെള്ളം എടുത്തിട്ടുണ്ട്. 1 കിലോയ്ക്ക് ഇങ്ങനത്തെ 7 ഗ്ലാസ് വെള്ളം നമ്മൾ ഇടുകയാണ്. ഈ വെള്ളം നമ്മൾ നന്നായിട്ട് തിളപ്പിക്കുകയാണ്. നമ്മൾ 2 ലിറ്റർ വെള്ളമാണ് ചൂടാക്കാൻ എടുത്തിരിക്കുന്നത്.
ഇത് അല്പം ചൂടായിട്ട് നമുക്ക് ലവലോലിക്ക അതിലേക്ക് ഇടാം. വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ലവലോലിക്ക ഇടാം. നമ്മൾ തിളച്ച വെള്ളത്തിൽ ഏകദേശം 3 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. ഇതിപ്പോൾ ഏകദേശം വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ തണുക്കാൻ വെക്കുകയാണത്. ഇപ്പോൾ ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഇത് ഈ ഇളം ചൂട് പരുവത്തിൽ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ പഞ്ചസാര അലിഞ്ഞു ചേരാൻ വേണ്ടിയാണ് ഞാൻ ഈ ഇളം ചൂട് വെള്ളത്തിൽ തന്നെ പഞ്ചസാര ഇടുന്നത്. ഏകദേശം നമ്മൾ 850 ഗ്രാം പഞ്ചസാര അതേപോലെ ഇടുകയാണ്. കുറച്ച് പഞ്ചസാര നമ്മൾ മാറ്റി വയ്ക്കുകയാണ് ഈസ്റ്റ് കലക്കാൻ വേണ്ടി. ഇനി നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. അലിയണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ തിളപ്പിച്ചാറ്റി വൈൻ ഉണ്ടാക്കുന്ന എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടാൻ വേണ്ടിയാണ്. ഇതല്ലാതെ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ ലവലോലിക്ക നേരിട്ട് തന്നെ ഭരണിയിലിട്ടിട്ട് അതിലേക്ക് പഞ്ചസാരയും തിളപ്പിച്ചാറ്റിയ വെള്ളവും ഈസ്റ്റും ഇട്ട് മൂടി വെച്ചാൽ തന്നെ നല്ലൊരു വൈനായിട്ട് കിട്ടും. പക്ഷേ ഇതിന് കുറച്ച് കാലതാമസം ഉണ്ടാവും. പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ വൈൻ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒരു 15 തൊട്ട് 20 ദിവസം വെയിറ്റ് ചെയ്താൽ മതിയാവും. നമുക്ക് നല്ലൊരു വൈനായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈസ്റ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ നേരിട്ട് ഈസ്റ്റ് വൈനിലിടുന്നതല്ല, അതിന് മുമ്പേ നമ്മൾ അതിനെ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇളം ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഈ ഈസ്റ്റ് ഇടുകയാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ 2 സ്പൂൺ പഞ്ചസാര എടുക്കുകയാണ്. നമ്മൾ കുറച്ച് പഞ്ചസാര മാറ്റി വയ്ക്കാൻ പറഞ്ഞിരുന്നു ഇതിനു വേണ്ടി. അപ്പോൾ നമ്മൾ 2 സ്പൂൺ കൂടെ പഞ്ചസാര ഇട്ട് ഇത് നന്നായിട്ട് ഇളക്കുകയാണ്. ഇതിൽ നമ്മൾ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നമ്മൾ കറുവപ്പട്ട എടുത്തിരുന്നില്ല. 2 കറുവപ്പട്ട കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. മോളും സഹായിക്കുകയാണ്. അതേമാതിരി തന്നെ ഞാൻ ഏലക്കയും ഗ്രാമ്പും ഒക്കെ ചെറിയ ഇളം ചൂടിൽ നന്നായിട്ട് കഴുകിയിട്ടാണ് എടുത്തിരിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ നമുക്ക് എത്രത്തോളം പെസ്റ്റിസൈഡ് ഉണ്ട് എന്നുള്ളത് അറിയില്ല. ഇതേപോലെ വൈൻ നമുക്ക് പഴം കൊണ്ടോ അല്ലെങ്കിൽ ജാമ്പക്ക കൊണ്ടോ അല്ലെങ്കിൽ നെല്ലിക്ക കൊണ്ടോ ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ റൂബിക്കയുടെ സീസൺ ആയതുകൊണ്ട് ഇവിടെ ഒരുപാട് കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ വേസ്റ്റ് ആക്കാതെ നമുക്ക് ഇതിനെ വൈൻ ഉണ്ടാക്കാനോ അച്ചാറുണ്ടാക്കാനോ അല്ലെങ്കിൽ ജാം ഉണ്ടാക്കാനോ ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട ഇതെല്ലാം കൂടെ നമ്മൾ ഇടുകയാണ്. ഇനി നമ്മൾ സൂചി ഗോതമ്പ് ഒരു 75 ഗ്രാം ഇടുകയാണ്. നമ്മൾ ബാക്കി ഈസ്റ്റ് കൂടെ ഇതിലേക്ക് ചേർത്ത് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം. നമ്മൾ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസുമായിട്ട് ഇത് കലക്കി കൊടുക്കണം. ഇങ്ങനെ നമ്മൾ തുടർന്ന് 7 ദിവസത്തേക്ക് ഇത് ഇങ്ങനെ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇത് മൂടി വെച്ചിട്ട് അടയ്ക്കുകയാണ്. അടച്ചു കഴിഞ്ഞിട്ട് നമ്മൾ 7 ദിവസത്തിനും ഇങ്ങനെ മൂടി തുറന്നിട്ട് നമ്മൾ നല്ലോണം കലക്കി കൊടുക്കണം. അത് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസുമായിട്ട് നമ്മൾ കലക്കി കൊടുക്കണം. ഇതിൻ്റെ അടപ്പ് കൊണ്ട് മൂടി വെച്ചിട്ട് നമ്മളൊരു കവറ് കൂടെ മേളിലിട്ട് റബ്ബർ ബാൻഡ് കൊണ്ട് ഇങ്ങനെ മൂടി വയ്ക്കുകയാണ്. അപ്പോൾ ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ടിരിക്കും. ഒരു 20 ദിവസം കഴിഞ്ഞാൽ ഇത് വൈനായി മാറും. അപ്പോൾ നമുക്ക് ഇത് അരിച്ചെടുത്ത് വേറെ കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കാം. ആവശ്യാനുസരണം നമുക്ക് ആ വൈൻ എടുക്കുകയും ചെയ്യാം. അടിപൊളി. റൂബിക്ക ഒരു നല്ല വീട്ടുമരമാണ്. കൂടാതെ ഇതൊരു ഓർണമെൻ്റൽ പ്ലാന്റുമാണ്. അപ്പോൾ ഇത് നട്ട് കഴിഞ്ഞാൽ ഒരു 5 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഫലമുണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.
ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും എൻ്റെ നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ക്ലിക്ക് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ.